അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറച്ച് ദിവസമായി ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടിയിട്ടിട്ടുണ്ടാവും എന്താണെന്ന്. അപ്പോൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് ക്ഷമിക്കുക. കാരണം ഞാൻ ഒരു മുസ്ലിം അല്ലല്ലോ, എൻ്റെ കൂടെയുള്ള മുസ്ലിംസ്, നമ്മുടെ ഫാമിലിയിലുള്ള കൊച്ചു കൊച്ചു സുന്ദരികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ ചെയ്തിട്ട് ഇരിക്കുന്നത്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നൊക്കെ എന്താ പറയുക, ഒരു മുസ്ലിമിൻ്റെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ശ്രീ ചേച്ചി മുസ്ലിം ആയാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലുക്ക്. ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് നമ്മൾ ആൾട്രേഷൻ ഒന്നും ചെയ്യാതെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഇതിനൊന്ന് കാലത്ത് പോയി എടുത്താലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനേക്കാൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക്, ഇനി എന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ശ്രീ ചേച്ചിയുടെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായാലും സിമ്പിളാവുന്നു. അപ്പോൾ ശ്രീയുടെ ഈദ് സ്പെഷ്യലാണ് ഇന്നത്തെ സ്പെഷ്യൽ. അവരെ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഐബ്രോസും കണ്ണുമാണ്. കാരണം അതിൽ കൂടുതൽ അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും അവർ ഇങ്ങനെ ചെയ്യാറില്ല. കാരണം മുടിയൊക്കെ മറച്ച് ഒരുപാട് കമ്മൽ യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ ചില വിഭാഗക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഹിന്ദുസിലെന്നെ പോലെ തന്നെ നായർ, ഈഴവ, വാര്യർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, പിള്ളை, അങ്ങനെയൊക്കെ പോലെ തന്നെ അവരുടെയിലുണ്ട് അത്ര കുറച്ച് വിഭാഗക്കാർ. അപ്പോൾ അവർ തട്ടം യൂസ് ചെയ്യുന്നതും അവരുടെ ഹിജാബിൻ്റെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ സമുദായത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കൊന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സൊന്നും എനിക്കില്ല, 1-2 പേരേ ഉള്ളൂ. അത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു കേട്ടോ അവർ. അപ്പോൾ അവരങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പുകളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ നന്നായി മേക്കപ്പൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് അധികം വലിച്ചു തൊട്ടാണ്ട് മേക്കപ്പിലേക്ക് കിടക്കാം. മുടിയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കോൺസെൻട്രേഷനൊന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എന്നോട്, ആയൂറിൻ്റെ ഈ ക്ലൻസിങ് മിൽക്കിൻ്റെ കാര്യം. ഇതിൽ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനൊന്നുമില്ല. ഇത് നമുക്ക് മേക്കപ്പൊക്കെ ഇടുന്നതിനേക്കാളും മുന്നേ നമ്മുടെ മുഖത്തെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടും പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് മാത്രം മതി. ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒറിജിനൽ വില ഇതുമില്ല. ഇത് മാർക്കറ്റിൽ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് 47 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇത്ര എടുക്കുക. ഇത്ര എടുത്തിട്ട് ആകെ എൻ്റെ മുഖം നന്നായിട്ട് ഓയിലിയാണത്. അവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം കേട്ടോ. അവർ നെയിൽ പോളിഷ് യൂസ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സസ് ഉള്ളതിനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കഴുത്തും ക്ലീനാക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നമ്മുടെ മേക്കപ്പ് അതുപോലെ ഫിറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊരു റോസിൻ്റെ പ്രൈമറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പ്രൈമർ ഉള്ളതെന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയാറുള്ള പോലെ നമ്മൾ വെളിച്ചെണ്ണയോ വിറ്റാമിൻ ഇൻ്റെ ഓയിലോ ഒന്ന് പരട്ടി കൊടുത്താൽ മതി. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് കാരണമാണ് കേട്ടോ പ്രൈമർ ഇട്ടത്. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 320 ആണ്. ഞാൻ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിന് എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഇടാറുള്ളത്. ജസ്റ്റ് എന്തെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഡിമ്മാവുകയാണ് ചെയ്യുക. പക്ഷേ എനിക്കിങ്ങനെ വെളുത്ത് നിൽക്കുന്നത്, പുട്ടിയടിച്ച് നിൽക്കുന്നതോട് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ എനിക്ക് ചില മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ കാണുമ്പോൾ തോന്നും ആകെ കൂടി ഇങ്ങനെ പുട്ടിയടിച്ചപ്പോഴൊരു ഫീലിംഗ് തോന്നും. ഇവിടെ ഫിറ്റ്മിയുടെ കുറച്ച് കണ്ടോ ഡാർക്കാണ് എനിക്ക് ആ ഷെയ്ഡ്. പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടം. നമുക്ക് പേഴ്സണലായിട്ടുള്ള ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്നാലും എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. ഇവിടെ ഈ സംഭവം എടുത്തിട്ടൊന്ന് ആകെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പൊതുവെ ഒരുപാട് പേരൊന്നും അധികം മേക്കപ്പ് ചെയ്യുന്നവരല്ല കേട്ടോ. അവർക്ക് മേക്കപ്പ് ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, അവർക്കൊന്നും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് എന്നാലും ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്ത പെൺപിള്ളേരുണ്ടോ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങാം. ആകെ ബ്ലെൻഡായിട്ടുണ്ട് കണ്ടോ.
ഒന്ന് മാറ്റ് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു മാറ്റി ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ആ കറുത്ത സ്പോട്ടൊക്കെ ഒന്നും കൂടി മങ്ങാൻ വേണ്ടിയിട്ടും നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ സാധാരണ മേക്കപ്പ് ബോക്സിൽ നിന്ന് കിട്ടില്ലേ, ഈ മേക്കപ്പ് ബോക്സിൽ നിന്ന് കിട്ടില്ലേ, അതാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് കോമ്പാക്ട് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചെവി മുഴുവൻ കഴുത്തിൽ മറക്കാണ്ട് ഇട്ട് കൊടുക്കുക. കണ്ണിൽ നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിനോട് കണ്ണിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ആകൊന്ന് വെളുത്തു, പക്ഷേ നമ്മുടെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം അത് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പുട്ടിയടിച്ച പോലുള്ളൊരു ഫീലിങ്സ് നിൽക്കില്ല. പുരികം നന്നായി ത്രെഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. അപ്പം നമുക്ക് ഇനി പുരികം എഴുതാൻ നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊരു കുറുക്ക് വഴിയുണ്ട് മസ്കാര വെച്ച് എഴുതൽ. അപ്പോൾ ആദ്യം ഒന്ന് മസ്കാര വെച്ചൊന്ന് എഴുതുക, ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മളൊന്ന് ഈരി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മുടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. മുകളിലത്തെ ഭാഗം കൊണ്ടൊരു പൗഡറായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിങ്ങനെ തുറക്കുമ്പോൾ കൂടെ ഒരു ജെൽ ഐലൈനറായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് പൗഡർ വെച്ചിട്ട് ഒന്നും കൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഡാർക്കല്ല, ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ബ്രഷാണിത്, പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുരിക്കം നല്ല ഡാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മൾ തന്നെ വരച്ച് വെച്ച പോലെ എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഒന്ന് നമ്മുടെ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കണ്ണിൻ്റെ മുകളിൽ മാത്രം. കണ്ണ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഷാഡോ ഇടുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടോ, അപ്പോൾ ഐ ഷാഡോ ഇട്ടപ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു തിളക്കം വന്നില്ലേ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോയിൽ തന്നെ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത്, അത് നമുക്ക് നമ്മുടെ പുരികത്തിൻ്റെ അടിയിലൊന്നിങ്ങനെ പുരികം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊത്തിരി ഒരു ഗ്ലിറ്ററിയാണ് കണ്ടോ. അപ്പം നല്ല ഒരു ഡിഫറൻസിയേഷൻ വന്നില്ലേ നമ്മുടെ പുരികവും കണ്ണും തമ്മിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കണ്ണ് എഴുതാൻ പോവാണ്. അതിനേക്കാളും മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഏതെങ്കിലും ട്രാൻസ്ലൂസൻറ്റ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പാക്റ്റ് പൗഡറോ തന്നെ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കണ്ണ് നന്നായിട്ട് ഡാർക്കായിട്ട് എഴുതാൻ പോവാണ്. നമുക്ക് എസ്ക്യൂൻ്റെ ബാഡാസിൻ്റെ ഈ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ണെഴുതാം. കണ്ണെഴുതാൻ ആദ്യം ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഒന്നിനെ വരയ്ക്കുക കണ്ടോ. രണ്ട് സൈഡിലും വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ജെൽ ഐലൈനർ എടുക്കുകയാണ്. ജെൽ ഐലൈനർ എടുത്തിട്ട് നമ്മൾ മുകളിൽ ഇടാൻ പോവാണ് കേട്ടോ. വലിച്ചു പിടിച്ചിട്ട് അങ്ങനെ എഴുതിയാലും വരും കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണിൻ്റെ മുകളിൽ ഈ ഐലൈനർ എഴുതുന്നത് വലിയൊരു പണിയാണ്. സത്യം പറഞ്ഞാൽ കറക്റ്റ് രണ്ടും ഒരുപോലെ വരാൻ നല്ല പണിയാണ്. നമ്മുടെ പീലിയോട് ചേർത്ത് എഴുതണം കേട്ടോ. രണ്ട് കണ്ണിൻ്റെയും മുക്കാ ഭാഗത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെയാണ്. കാരണം നമ്മൾ ഇവിടെ ഐലൈനർ വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. കാരണം അവിടേക്ക് എനിക്ക് കംഫർട്ടബിൾ അല്ല ഈ സംഭവം, ജെല്ലിൻ്റെ സംഭവം. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് നമുക്ക് കണ്ണിൻ്റെ താഴെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഈ കോർണറിൽ അവിടെ എഴുതി കൊടുക്കണം. നല്ല ഫിനിഷിങ്ങിൽ വരുള്ളൂ കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ണും എഴുതാം കേട്ടോ. നമ്മൾ രണ്ട് കണ്ണും എഴുതിയിട്ടുണ്ട്. കണ്ണിൻ്റെ അടിയിൽ ഞാൻ സ്മഡ്ജ് ചെയ്യുന്നൊന്നുമില്ല, കണ്ണിങ്ങനെ തന്നെയാണ് എഴുതുന്നത് കണ്ടോ. ഒരുവിധം ഒപ്പിച്ചു.
ഇത് ഐലൈനർ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ, നല്ല കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് സ്മഡ്ജ് ചെയ്യുന്നൊന്നും പേടിക്കണ്ട. മുകളിൽ എഴുതി കൊടുക്കാനും അത്ര നല്ല എളുപ്പമാണ്. അപ്പോൾ അവരിങ്ങനെ കണ്ണ് നല്ല പൊങ്ങിയിൽ എഴുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ കണ്ണെഴുതിന്ന് കാണാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫൈനൽ ടച്ച് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിളികളുടെ ശബ്ദം കണ്ടോ, ആ ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിൻ്റെ കളർ കാണുന്നില്ല, അവിടെ നമുക്കൊന്ന് ഫൈനലി നമ്മുടെ ലാക്മിയുടെ ഐലൈനർ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിന്നോളും, നല്ല ഒരു ഷൈനിങ്ങും കിട്ടും. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. കുട്ടിക്ക് കണ്ണെഴുതുമ്പോൾ കണ്ണിന് എന്തൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ ഭംഗിയും കണ്ണിലാണെന്ന് തോന്നും. അത്രയ്ക്കും കിടില്ലെന്നാണ് കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് മസ്കാരയൊക്കെ ഇട്ട് കൊടുക്കാം, അടിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോൾ അടിയിലിടുമ്പോഴും കണ്ണിൽ കൊണ്ട് കുത്തും. ഇതാണ് നമ്മുടെ ഐ മേക്കപ്പ്, ഫൈനൽ ഐ മേക്കപ്പ്. അപ്പോൾ പുരുകും കണ്ണും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെറുതായിട്ടൊരു ലിപ് ലൈനർ, ലിപ് ഗ്ലോസ് ഇടുന്നു. ഞാനിവിടെ ബെല്ല വോസ്റ്റിൻ്റെ ലവ് വിറ്റ് മേറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്ക് നമ്പർ 14 അതാണ് കേട്ടോ ഇടുന്നത്. ഒരു വളരെ ഇതായിട്ടുള്ളതാണ്, ഒരുപാടൊന്നും ഇടില്ല. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടല്, അത്രേ ഇടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇതാണ്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഹിജാബ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് റെഡിമെയ്ഡാണ്, ഒരു സൽവാറാണ് കേട്ടോ. നല്ല പാർട്ടി വെയറൊക്കെയാണ്. ഇതാ ഒരു ഓറഞ്ച് കളർ എംബ്രോയിഡറിയും ചെറിയ ഗോൾഡൻ കളറ് ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഇങ്ങനെ വള്ളി പോലെ കെട്ടാനായിട്ടുള്ളതുണ്ട്. അതുമായി ഇങ്ങനെ ത്രെഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഹൈ നെക്കാണ്, നെക്ക് ബാക്ക് ഓപ്പൺ ആണ്, സിബൊക്കെ ഉണ്ട്, സ്ലീവ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ് ആണോ ഇടാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ആഷ് കളറൊക്കെയാണ്, അവർ കുറച്ച് ഓഫായിട്ടുള്ള കളറാണ് പൊതുവേ യൂസ് ചെയ്യാറെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 535 രൂപയാണ് കേട്ടോ. വളരെ റീസണബിൾ പ്രൈസാണ്. ഓറഞ്ച് കളറ് ഒരു ലെഗിൻസും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കിടുക്കാച്ചിയാവും നമ്മുടെ ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ലീവ്ലെസ് എല്ലാം ഇടാൻ പോകണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. സ്ലീവ്ലെസ് അവർ ഉപയോഗിക്കില്ല, നല്ല ഫുൾ കൈയും കൂടി വേണം. അപ്പോൾ ഇന്നറൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോൾ ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡെനിമിൻ്റെ ഒരു ഷ്രഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സിന് മാത്രമല്ല ഏത് ഡ്രസ്സും നല്ല അന്തസ്സായിട്ട് സ്റ്റൈൽ ചെയ്ത് പോവാം. സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, പിന്നെ മുസ്ലിംസ് ഓൾറെഡി പറയേണ്ടവർ, അവർക്ക് അവരുടെ മതപരമായി സ്ലീവ്ലെസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, എടുത്ത് കൊണ്ടുവന്ന് അപ്പം തന്നെ നമുക്കൊരു ഫ്രീ സൈസ് എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഡ്രസ്സ് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഹിജാബ് കെട്ടാൻ പോവാണ്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് തുണി കൊണ്ട് അവിടെ ഇങ്ങനെ ഇവിടെ മറയ്ക്കും. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇതുകൊണ്ട് കെട്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അരിവ് മറക്കേണ്ടിരിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ. കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ ഈ മാല നമ്മൾ 195 രൂപയ്ക്ക് നമ്മുടെ ചാന്തക്കുട്ടിയിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. നല്ല ഹെവിയാണ്, നല്ല ക്ലാസ് ലുക്കാണ്. അപ്പോൾ ഒരു സിൽവറാണ് കേട്ടോ, ഒരു എന്താ പറയുക ഓക്സിഡൈസ്ഡ് സിൽവറാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇറക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിനോട് ഇങ്ങനെ ചേർന്ന് ഒത്തിരി അടിക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫാഷൻ ലുക്കും നമുക്ക് കിട്ടും. നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ബാറ്റാരിയാണ് കേട്ടോ, ഫ്ലാറ്റ് ഹീലാണ്. രാജുവിൻ്റെ കൂടെ പോകുമ്പോൾ ഇടാൻ പറ്റില്ല, ഞാൻ വളരെ ചെറുതാവും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിനും നടുവിനും ഒക്കെ നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഹീൽ ഉപയോഗിക്കുന്നതാണ്. ഒരു റബ്ബർ മോഡലാണ്, നല്ല ഫ്ലെക്സിബിളാണ്, നന്നായിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, പൊറുക്കുക. എൻ്റെ കുടുംബത്തിൽ നമ്മുടെ കൊച്ചു സുന്ദരികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ചെയ്തത്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സ്നേഹത്തോടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു ആൾട്ടറേഷനൊന്നും ഇല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ എങ്ങനെ ആൾട്ടർ ചെയ്തെടുക്കാം, എങ്ങനെ സ്റ്റൈലിഷ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കുഞ്ഞ് മേക്കപ്പ് ട്യൂട്ടോറിയലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.